ഏറ്റവും പുതിയ വിവരം, മുണ്ടക്കൈയിൽ റഡാർ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി പരിശോധന നടത്തുന്നു എന്നതാണ്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി. ഷഫീദ്, നേരത്തെയൊക്കെ അവിടെ പരിശോധന നടക്കുന്നുണ്ടായിരുന്നു, അത് ആർമിയുടെ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന. അതിൽ സിഗ്നൽ കിട്ടി എന്ന് പറയുമ്പോൾ അത് നൽകുന്ന സൂചന എന്താണ്? ആ ഭാഗത്ത് JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി പരിശോധന എന്ന് പറയുമ്പോൾ അവിടെ എന്താണ് പ്രതീക്ഷ? അനുജ, നിലവിൽ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്ന അനുസരിച്ച്, അതായത് ഈ ഒരു റഡാറിൽ അവർക്കൊരു സിഗ്നൽ ലഭിച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ വിശദീകരണമൊന്നും അവർ നൽകുന്നില്ല, കൂടുതൽ വിവരവും അവർ പങ്കുവയ്ക്കുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ റഡാർ ഉപയോഗിച്ച് കഴിഞ്ഞ 2 മണിക്കൂറായി പരിശോധന നടത്തിയ സ്ഥലത്ത് ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് തിരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസവും സമാനമായി ഈ സ്ഥലത്ത് തന്നെ അവർക്ക് ഈ ജീവസാന്നിധ്യമുള്ള സംശയമെന്ന് തോന്നുന്ന തരത്തിലേക്ക് ഒരു സിഗ്നൽ ലഭിച്ചിരുന്നു. പക്ഷേ അന്ന് നമുക്ക് മറ്റൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് അവർ ഈ കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി ഇവിടെ ഈ എക്സാക്ട് ആ സ്പോട്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് പരിശോധനയും തിരച്ചിലും നടത്തുകയായിരുന്നു. ഈ റഡാർ പരിശോധനയിൽ അവർക്ക് സംശയം തോന്നിയ സിഗ്നൽ എന്ന അവർക്ക് സംശയം തോന്നിയ ഒരു സ്ഥലത്താണ് ഇപ്പോൾ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കി തിരച്ചിൽ നടത്തുന്നത്. ഇവിടെ തന്നെ നിരവധി വീടുകളുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഈ ഉരുള് പൊട്ടി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ആ സ്ഥലത്ത് പരിശോധന നടത്തുന്നതിലൂടെ അവർ ലക്ഷ്യം വെക്കുന്നത് ഏതെങ്കിലും തരത്തിൽ മൃതദേഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ളതാണ്. അത് ആ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ ഈ രീതിയിലൊരു പരിശോധന നടത്തുന്നത്. ഇന്ന് രാവിലെ 12 മണി മുതലാണ് ആർമി റഡാർ പരിശോധനയ്ക്കായി ഇവിടെ എത്തി പരിശോധന ആരംഭിച്ചത്. ഇപ്പോൾ അതിലൊരു സിഗ്നൽ ലഭിച്ചു എന്ന വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ റഡാർ ഉപയോഗിച്ച് പരിശോധന നടത്തിയ ആർമി ഉദ്യോഗസ്ഥരെ ഉൾപ്പെടെയുള്ള ആളുകളെ കാണാൻ കഴിയും. മാത്രമല്ല ആ JCB ഉപയോഗിച്ച് മണ്ണ് നീക്കം ചെയ്യുന്നതും കാണാൻ കഴിയും. ഇവിടെ ഈ ഭാഗത്ത്, അതായത് ഈ എക്സാക്ട് ആ ഭാഗത്ത് ഏതാണ്ട് 4ഓളം വീടുകൾ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഈ പ്രദേശവാസികൾ പറയുന്നത്. അവിടെ നിരവധി ആളുകളെ കാണാതെ ആയിട്ടുണ്ട്. 6ഓളം ആളുകളെ കാണാനില്ല എന്നുള്ളതാണ് പ്രദേശവാസികളുടെയും അതേപോലെ ബന്ധുക്കളുടെയും ഒക്കെ അവരുടെ ബന്ധുക്കളുടെയും ഒക്കെ പരാതി. പക്ഷേ അത് ഏതെങ്കിലും തരത്തിൽ ഇവിടെ നിന്ന് താഴേക്ക് മൃതദേഹങ്ങൾ പോകാനുള്ള സാധ്യതയൊന്നും കാണുന്നില്ല. കാരണം ഇങ്ങോട്ടേക്ക് വന്ന് വലിയ രീതിയിലേക്ക് ഇതിടിച്ച് കെട്ടിടങ്ങളടക്കം തകർത്തിടുകയായിരുന്നു ഉരുൾപൊട്ടൽ സംഭവിച്ചത്. അതുകൊണ്ട് തന്നെ താഴേക്ക് പോകാനുള്ള സാധ്യത അവർ കാണുന്നില്ല. സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ പ്രദേശം ടൗൺഷിപ്പ് ആയിരുന്നു, ചെറിയ അത്ര വലിയ ടൗൺഷിപ്പ് അല്ലെങ്കിലും ഒരു ചെറിയ ടൗൺഷിപ്പ് ആയിരുന്നു. ആ ടൗൺഷിപ്പ് കേന്ദ്രീകരിച്ച് ഇപ്പോൾ തിരച്ചിൽ നടത്തുന്നത്. കഴിഞ്ഞ ദിവസം ഇതിന് തൊട്ട് മറുവശത്ത് ഹിറ്റാച്ചിയൊക്കെ ഉപയോഗിച്ച് തിരച്ചിൽ നടത്തിയെങ്കിലും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ആദ്യ 2 ദിവസങ്ങളിൽ ഇവിടെ നിന്ന് മൃതദേഹങ്ങളൊക്കെ കണ്ടെടുത്തിരുന്നു. പിന്നീട് ഇത്രയും ദിവസം ഇവിടെ നിന്ന് മൃതദേഹം കണ്ടെടുത്തിട്ടില്ല. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംശയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടെ ഈ പരിശോധന നടത്തുന്നത്. ഐബോർഡ് ഡ്രോൺ പരിശോധനയും ഈ സ്ഥലത്ത് നടത്താൻ ഇപ്പോൾ ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിട്ടുണ്ട്. അത് താഴത്തെ പരിശോധന കഴിഞ്ഞ് മുകളിലേക്ക് വരുന്ന മുറയ്ക്കായിരിക്കും ഇവിടെ കേന്ദ്രീകരിച്ച് പരിശോധന ആരംഭിക്കുക. അനുജ, ഷഫീദ്, ഇവിടെ 8 വീടുകൾ ഉണ്ടായിരുന്നു എന്നാണ് ഷഫീദ് പറഞ്ഞത്. ഈ വീടുകളിൽ ഉണ്ടായിരുന്ന ആളുകളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടോ? ചിലയിടങ്ങളിലേക്കൊക്കെ പ്രദേശവാസികളെ തെരച്ചിൽ നടത്തുന്ന ഇടത്തേക്ക് കൊണ്ടുവന്ന് പരിശോധന നടത്തുന്നുണ്ടല്ലോ. അപ്പോൾ ആ തരത്തിലേക്ക് ഇവിടെയും നടക്കുന്നുണ്ടോ തെരച്ചിൽ? അനുജ, ഉറപ്പായിട്ടുമുണ്ട്. കാരണം ഇവിടെയും ഈ ക്യാമ്പുകളിലൊക്കെ ഉള്ള പ്രദേശവാസികളെ ഇവിടേക്ക് കൊണ്ടുവന്നിട്ടാണ് ഇവിടെ എത്ര വീടുകൾ ഉണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ ആർമി ഒരു റിപ്പോർട്ടായി തേടിയത്. അതിനുശേഷമാണ് ആർമി ഈ പരിസരത്ത് പരിശോധന നടത്തുന്നത്. മിനിഞ്ഞാന്നായിരുന്നു സമാനമായ രീതിയിൽ മറ്റൊരു ഏജൻസിയുടെ സിഗ്നൽ ഇവിടേക്ക് ലഭിക്കുകയും അതിനുശേഷം ഇവിടം കേന്ദ്രീകരിച്ച് തിരച്ചിൽ നടത്തുകയും ചെയ്തു. അതിന് തൊട്ട് സമീപത്ത് തന്നെയാണ് ഇന്ന് ആർമിയുടെ റഡാർ പരിശോധനയിലും സിഗ്നലിന് സമാനമായ സിഗ്നലിൽ നിന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും. കാരണം അവർ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി സിഗ്നൽ അവർക്ക് ലഭിച്ചു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ ഭാഗം എക്സാക്ട്ലി ഈ ഭാഗം കേന്ദ്രീകരിച്ച് പരിശോധന നടത്തുന്നത്. നേരത്തെ ആർമി സംഘത്തിലെ ഒരാൾ പറയുന്നുണ്ടായിരുന്നു, അതായത് അവർക്ക് സംശയമുള്ള സ്ഥലങ്ങൾ അതൊരു ഏരിയ ആയി കൺവേർട്ട് ചെയ്യുന്നു. ആ ഏരിയ ആയിട്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷമായിരിക്കും ആ ഭാഗത്ത് തിരച്ചിൽ നടത്തുക എന്ന ആ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഈ തിരച്ചിൽ നടക്കുന്നത്. ഈ ഭാഗത്തേക്ക് മനുഷ്യരെ കയറ്റിവിടുന്നില്ല, സാധാരണ മറ്റുള്ളവരെ കയറ്റിവിടുന്നില്ല. നേരത്തെ ഈ അപ്പുറത്തെ ഭാഗങ്ങളിലൊക്കെ കാര്യമായ തെരച്ചിൽ നടത്തിയിരുന്നു. ഈ റഡാറിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ഇന്റർഫിയറൻസ് ഉണ്ടാകരുത് എന്നുള്ളത് കൊണ്ടാണ് അവിടേക്ക് മനുഷ്യരെ കയറ്റിവിടാത്തത്. ആർമി ഉദ്യോഗസ്ഥരും കുറച്ചിപ്പുറത്തേക്ക് മാറി നിൽക്കുന്നതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നത്. ഏതായാലും ആ പ്രദേശം ഒരു എക്സാക്ട് സ്പോട്ട് കേന്ദ്രീകരിച്ച കൂടുതൽ തെരച്ചിൽ അതുണ്ടാകും. അത് കൂടുതൽ ആവശ്യമെങ്കിൽ കൂടുതൽ ഹിറ്റാച്ചിയൊക്കെ കൊണ്ടുവന്ന തെരച്ചിൽ നടത്താനും അവർ തീരുമാനിച്ചിട്ടുണ്ട്. അവർ എക്സാക്ട്ലി സ്പോട്ട് ചെയ്തേക്കുന്ന ഒരു ലൊക്കേഷൻ ഉണ്ട്. ആ ലൊക്കേഷനിലാണ് ഇപ്പോൾ മണ്ണ് നീക്കം ചെയ്ത് അവിടെ വീടിരിക്കുന്ന ഭാഗമാണ്. നമുക്ക് ആ JCBയുടെ കൈ ഉപയോഗിച്ചുകൊണ്ട് ഇങ്ങനെ മണ്ണ് കുഴിക്കുമ്പോൾ തന്നെ നമുക്ക് ചില കോൺക്രീറ്റ് സ്ലാബുകൾ അടക്കമുള്ള
കാര്യങ്ങൾ അവിടെ കാണാൻ സാധിക്കും. കോൺക്രീറ്റ് സ്ലാബുകൾ മാത്രമല്ല, അവിടെ ഈ ഹൗസ് ഹോൾഡ് അവശിഷ്ടങ്ങൾ, അതായത് ഈ വീട്ടിൽ ഉപയോഗിച്ച വസ്തുക്കളുടെയൊക്കെ ചില അവശിഷ്ടങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ആ JCB കൈ ഉപയോഗിച്ചുകൊണ്ട് ഈ മണ്ണ് മാന്തുമ്പോൾ കാണാൻ സാധിക്കും. ഏതായാലും അവിടെ ആഴത്തിൽ പരിശോധന നടത്തുകയാണ്. അവിടെ വീണ്ടും പരിശോധന നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ആർമി ഉദ്യോഗസ്ഥർ ആ ഭാഗത്തേക്ക് അങ്ങോട്ടേക്ക് ഒരു ആർമി ഉദ്യോഗസ്ഥൻ പോവുകയാണ്. അതെന്താണെന്ന് നമുക്കറിയില്ല. പക്ഷേ അവിടെ വീണ്ടും മണ്ണ് നീക്കി പരിശോധന നടത്തുകയാണ്. അവിടെയും നമുക്ക് ഈ വീടുകളുടെ പലതരത്തിലുള്ള അവശിഷ്ടങ്ങൾ, വസ്ത്രങ്ങൾ, അടുക്കളയിലടക്കം ഉപയോഗിച്ചിരുന്ന പലതരത്തിലുള്ള പാത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, അതൊക്കെ ഈ മണ്ണ് നീക്കിയുള്ള പരിശോധനയിൽ കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെ ചില സംശയങ്ങൾ ആർമിയെ സംബന്ധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആർമി ആ ഭാഗം കേന്ദ്രീകരിച്ചുകൊണ്ട് കൂടുതൽ പരിശോധന ഇപ്പോൾ എടുത്ത് അങ്ങോട്ട് മാറ്റിവെച്ചത് ഈ ഇഷ്ടിക കഷ്ണങ്ങളാണ്. അങ്ങനെ ആ വീടുകളിൽ അവശിഷ്ടമുണ്ട്, നിരവധി അവശിഷ്ടങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഭാഗത്ത് കൂടുതൽ ആഴത്തിലുള്ള തെരച്ചിൽ വേണമെന്ന് ആർമിയും ഉറപ്പിക്കുന്നു. അനുജ, ഇതിൽ ഈ സിഗ്നൽ കിട്ടിയ സ്ഥലത്ത് നടത്തുന്ന പരിശോധന എന്ന് പറയുമ്പോൾ സിഗ്നൽ നൽകുന്നത് എന്തിന്റെ സൂചനയാണ് എന്ന് അവർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുണ്ടോ ഷഫീദ്? അനുജ, ഇല്ല. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരിച്ച വിവരം പറയാത്തത്. എന്തുതരം സിഗ്നലാണ് നമ്മളോട് ഇതുവരെയും ആർമി ഉദ്യോഗസ്ഥർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ടില്ല. നേരത്തെ അവരുടെ കമാൻഡന്റ് ഈ സ്ഥലത്ത് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തോടും നമ്മൾ ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അവർക്ക് ചില സംശയങ്ങളുണ്ട്. ആ സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ തിരച്ചിൽ നടത്തുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ ഒരു ആർമി ഉദ്യോഗസ്ഥൻ അദ്ദേഹം അപ്പുറത്ത് മറ്റൊരു ഭാഗത്ത് നിൽക്കുകയായിരുന്നു. അദ്ദേഹം അവിടെ നിന്നും വന്ന് ഇവിടേക്ക് JCB ഓപ്പറേറ്ററോടൊപ്പം വന്നിരുന്ന ഒരു കാര്യം നോക്കുകയാണ്. അതെന്താണെന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരുപക്ഷെ ഏത് ഭാഗത്ത് തിരച്ചിൽ നടത്തണം എന്നൊരു പക്ഷേ പറയുകയായിരിക്കാം. പക്ഷെ അത് എന്താണെന്ന് നമുക്ക് ഇതുവരെയും വ്യക്തതയില്ല. ആർമി ഓഫീസേഴ്സ് ഇക്കാര്യത്തിൽ അവരുടെ ഒരു സീക്രസി സൂക്ഷിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് അവിടേക്ക് ആളുകൾ കടന്നു പോകുന്നതിലടക്കം ഒരു സീക്രസി സൂക്ഷിക്കുന്നുണ്ട്. ഒരുപക്ഷെ കൂടുതൽ വീടിന്റെ അവശിഷ്ടങ്ങൾ, നേരത്തെ ഇവിടെ ഇരുന്ന വീടുകൾ അപ്പാടെ ഇങ്ങനെ ഇടിഞ്ഞു താഴേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ഇടിഞ്ഞു താഴേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടി പരിശോധിച്ചുകൊണ്ടാണ് ഈ സമതലത്തിൽ നിന്നും താഴേക്ക് മണ്ണെടുത്തുകൊണ്ട് പരിശോധന നടത്താം, അതല്ലെങ്കിൽ ഈ വീടിന്റെ അവശിഷ്ടങ്ങളടക്കമുള്ള കാര്യങ്ങൾ നീക്കി താഴേക്ക് മണ്ണെടുത്ത് പരിശോധന നടത്താം എന്നുള്ള കാര്യം പറഞ്ഞത്. മാത്രവുമല്ല, നേരത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ ചില സ്ലാബുകളടക്കമുള്ള കാര്യങ്ങൾ ഇതിപ്പോൾ ഇതെവിടെ നിന്ന് കിട്ടിയ പള്ളിയുടെ അവിടെ വീടുണ്ടായിരുന്നോ? പള്ളിയുടെ മുറ്റത്ത് കിട്ടിയതാണ്. നമ്മുടെ ഈ ഉരുൾപൊട്ടലിന്റെ വെള്ളം ഒലിച്ചു വന്നപ്പോൾ പള്ളിയുടെ ഒരു ഭാഗം ഒലിച്ചു വരുന്നു. ആ വെള്ളം വന്ന ആ സമയത്ത് പള്ളിയുടെ മുറ്റത്തേക്ക് ഒലിച്ചു വന്നതാണത്. ഇപ്പോൾ നമ്മുടെ ഈ തൊട്ടടുത്ത പരിശോധന നടത്തിയപ്പോൾ ഈ സന്നദ്ധ പ്രവർത്തകർക്ക് കിട്ടിയ കുറച്ച് ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ്. അത് ഒരുപക്ഷെ ഈ ഉരുൾപൊട്ടലിൽ ഒലിച്ചു വന്നതാകാം എന്നുള്ളതാണ് അവർ പറയുന്നത്. ആ തൊട്ടപ്പുറത്തെ വീടുകളിൽ, അതായത് ഇതിന് മുകളിൽ നമുക്കറിയാം ലയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ലയങ്ങളുടെയൊക്കെ താമസിച്ചിരുന്ന ഒരുപക്ഷെ ആളുകളുടെ ചിത്രങ്ങളായിരിക്കാം എന്ന് നമുക്ക് തോന്നുന്നു. അങ്ങനെയുള്ള അവശിഷ്ടങ്ങൾ കൂടി ഇവർ ശേഖരിക്കുന്നുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള സൂചനകളടക്കമുള്ള കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭിക്കുകയാണെങ്കിൽ എന്നോർത്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ചില ചിത്രങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇവർ ശേഖരിക്കുന്നത്. സന്നദ്ധ പ്രവർത്തകരാണ് അത് ചെയ്യുന്നതും. ഏതായാലും അവർക്ക് അങ്ങനെ കുറെ ചിത്രങ്ങൾ കൂടി, അതെല്ലാം ഈ നാട്ടിൽ ജീവിച്ചിരുന്ന മനുഷ്യരുടെ അവശേഷിപ്പുകൾ കൂടിയാണ്. കാരണം ഈ നാടേ ഒന്നാകെ ഇല്ലാതായി. അപ്പോൾ ഈ നാട്ടിൽ ജീവിക്കുന്ന ചില മനുഷ്യർ അത് ജീവിച്ചിരുന്നു എന്ന് അവർക്ക് പിന്നീട് നമുക്കറിയാവുന്ന ഒരു അവശേഷിപ്പായി മാറുന്ന ചില ചിത്രങ്ങളാണ് ഈ സന്നദ്ധ പ്രവർത്തകർക്ക് തൊട്ടപ്പുറത്തെ പരിശോധനയിൽ നിന്ന് ലഭിച്ചത്. അതേസമയം നമ്മുടെ ഇവിടുത്തെ റഡാർ പരിശോധന അത് തുടരുകയാണ്. ആദ്യം അവർ കേന്ദ്രീകരിച്ചിരുന്ന ഭാഗത്ത് നിന്ന് മറ്റൊരു ഭാഗം കൂടി കേന്ദ്രീകരിച്ച് ഇപ്പോൾ വീണ്ടും JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കി തിരച്ചിൽ നടത്തുന്നുണ്ട്. ആർമിയിലെ മുതിർന്ന ഉദ്യോഗസ്ഥരൊക്കെ അവിടെയുണ്ട്. അവർ ആ ഭാഗത്ത് നിന്നുകൊണ്ട് ഡയറക്ഷൻസ് നൽകുന്നുണ്ട്. ഏതായാലും ഈ പരിശോധന, ഈ തിരച്ചിൽ നിർണായകമാണ്. ഈ തിരച്ചിലിൽ നമുക്കറിയാം കഴിഞ്ഞ ദിവസം നമുക്ക് ഈ അവസാന ഘട്ടത്തിൽ ഒരു ജീവസാന്നിധ്യം എന്നുള്ളത് വലിയ തരത്തിലുള്ള പ്രതീക്ഷയായിരുന്നു. കാരണം സർവൈവലിന്റെ ഏറ്റവും പീക്ക് എന്ന് നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയുന്ന തരത്തിലേക്കുള്ള ഒരു സൂചനയായിരുന്നു അന്നത്തെ റഡാർ പരിശോധനയിൽ ലഭിച്ചത്. ആ ഭാഗത്ത് നിന്ന് തന്നെ വീണ്ടും ആർമിക്കൊരു റഡാർ സിഗ്നൽ കിട്ടി. അതിലവർ തിരച്ചിൽ നടത്തുന്നു എന്നുള്ളത് നിർണായകമാണ്. നമ്മളെ സംബന്ധിച്ച് ഇനി പ്രതീക്ഷകൾക്ക് വകയില്ല. നമ്മൾ ഇനി ഇക്കാര്യത്തിൽ ഇവർ തിരച്ചിൽ നടത്തുന്ന പോലും റെസ്ക്യൂ എന്നതിനപ്പുറത്തേക്ക് അത് മൃതദേഹങ്ങൾക്ക് വേണ്ടിയുള്ള തിരച്ചിലാണെന്നുള്ള കാര്യം നമുക്കറിയാം. ദിവസം 6 ആകുന്നു. അപ്പോൾ സ്വാഭാവികമായും ഇത്രയധികം ആളുകൾ മിസ്സായിപ്പോയ ഒരു സാഹചര്യം, കാണാതായ സാഹചര്യമുണ്ട്. അവരുടെ ബന്ധുക്കളോട് അവർക്കൊരു കൃത്യമായ മറുപടി നൽകേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ ഈ റഡാർ ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന പരിശോധനയിൽ കിട്ടുന്ന ഓരോ സിഗ്നലുകൾക്കും വലിയ വിലയുണ്ട്. അതുകൊണ്ട് തന്നെയാണ്
ഈ ആർമി ഉദ്യോഗസ്ഥർ ഇവിടം കേന്ദ്രീകരിച്ച് കഴിഞ്ഞ 3 മണിക്കൂറായി അവരുടെ റഡാർ പരിശോധന നടത്തിയത് മുതൽ കിട്ടിയ സിഗ്നലിന്റെ അടിസ്ഥാനത്തിൽ ആ ഭാഗത്ത് ഓരോ സ്പോട്ടുകൾ മാർക്ക് ചെയ്യുന്നു. ആ മാർക്കുകളിൽ JCB ഉപയോഗിച്ചുകൊണ്ട് മണ്ണ് നീക്കി പരിശോധന നടത്തുകയും ചെയ്യുന്നത്. അനുജ, ഷഫീദ്, കഴിഞ്ഞ ദിവസങ്ങളിലും ഈ തരത്തിലേക്കുള്ള പരിശോധനകൾ, സിഗ്നൽ അതൊക്കെ കിട്ടിയിരുന്നു, പരിശോധന നടന്നു, സിഗ്നൽ ലഭിച്ചിരുന്നു. അപ്പോൾ അങ്ങനെ നടത്തിയ തെരച്ചിലിൽ എന്തെങ്കിലും കണ്ടെടുക്കാൻ കഴിഞ്ഞിരുന്നോ? നമുക്ക് അങ്ങനെ കാര്യങ്ങൾ അറിയാൻ സാധിച്ചോ ഷഫീദ്? അനുജ, അങ്ങനെ കഴിഞ്ഞ ദിവസത്തെ പരിശോധനയിൽ അങ്ങനെ ഒന്നും കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രവുമല്ല, നമുക്ക് ഇന്നും ഇന്നലെയും നടത്തിയ പരിശോധനയിൽ ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന് മൃതദേഹങ്ങളൊന്നും കിട്ടിയിട്ടുമില്ല. അതേസമയം ചെറിയ ചില സൂചനകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ ഇതൊരു വലിയ ടൗൺഷിപ്പ് ആയിരുന്നു അനുജ. അതായത് നമ്മളിപ്പോൾ ഈ കാണുന്ന നമ്മൾ ഈ കാണുന്ന ഈ വീടുകളിരിക്കുന്ന സ്ഥലം, അതിന് തൊട്ടപ്പുറത്ത് പ്രധാന റോഡ്, അതിനപ്പുറത്തേക്ക് കുറച്ച് ഒരു ബെൽറ്റ് വീടുകൾ, അതിന് താഴെ നമ്മൾ ഈ ഉരുള് പൊട്ടി വന്ന ആ ചെറിയ പുഴ, അതായിരുന്നു ഇതിന്റെ ഒരു ജോഗ്രഫി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗമായിരുന്നു, ഈ മുണ്ടക്കൈ എന്ന് പറയപ്പെടുന്ന ഭാഗമായിരുന്നു മുകളിലേക്ക് പോകുമ്പോൾ പുഞ്ചിരിമറ്റമടക്കമുള്ള സ്ഥലങ്ങളിലെ ആളുകൾക്ക്, അവിടുത്തെ പ്രദേശവാസികൾ അവർ ടൗൺഷിപ്പിനായി ആശ്രയിച്ചത്. അതല്ലെങ്കിൽ ഒരുപക്ഷെ നമ്മൾ ഈ സാധാരണ പറയുന്നത് പോലെ തന്നെ അവർ അവരുടെ ഒരു ജംഗ്ഷൻ, അവർക്ക് സാധനം വാങ്ങാൻ വരുന്ന നിരവധി കടകളുള്ള, അവരുടെ ആരാധന നടത്തിയിരുന്ന പള്ളികളുള്ള, നമ്മുടെ ഈ മുണ്ടക്കൈ ജംഗ്ഷനിൽ നമുക്കൊരു ക്രിസ്ത്യൻ ആരാധനാലയവും അതേപോലെ ഒരു മുസ്ലിം ആരാധനാലയവും കാണാൻ സാധിക്കും. അപ്പോൾ അവരുടെ ഒരു വലിയ കേന്ദ്രമായിരുന്നു ഈ സ്ഥലം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ആ ഭാഗത്ത്, അതായത് ഒരു ടൗൺഷിപ്പായി, ഒരു മലയോര മേഖലയിൽ ടൗൺഷിപ്പായി പോയിരുന്ന ഒരു പ്രധാന ഭാഗത്ത് ആണ് ഈ ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ, ഈ ഉരുൾപൊട്ടലിന്റെ ഇമ്പാക്ട് ഏറ്റവും അധികം ഉണ്ടായിരിക്കുന്നതാണ് ഈ മുണ്ടക്കൈ ടൗൺ എന്ന് പറയപ്പെടുന്ന മുണ്ടക്കൈ ജംഗ്ഷൻ എന്ന്, ടൗൺ നമുക്ക് പറയാൻ കഴിയും, മുണ്ടക്കൈ ജംഗ്ഷൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന സ്ഥലം. ഇവിടെ നിരവധി വീടുകൾ അത് തകർന്നിരുന്നു. അതായത് ഇപ്പോൾ നമ്മൾ ഈ കാണുന്ന ഈ സ്ഥലത്തിന് തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു. ആ വീട്ടിൽ ഉണ്ടായിരുന്നത് പ്രവാസിയായ ഒരാളുടെ ഭാര്യയും മകനുമായിരുന്നു. അദ്ദേഹം ഈ വിവരം അറിഞ്ഞ് പെട്ടെന്ന് നാട്ടിലേക്ക് തിരികെ എത്തി. അദ്ദേഹത്തോട് കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ചപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞ കാര്യം, ഉരുൾപൊട്ടി ഇങ്ങനെ വന്നപ്പോൾ ഈ ശബ്ദമടക്കം കേട്ടുകൊണ്ട് ഭാര്യയും മകനും ഉറക്കത്തിൽ നിന്ന് അവരുടെ ഉയരം എന്ന് പറയുമ്പോൾ ഈ മലയോര മേഖലയിലെ തട്ടുതട്ടായിട്ടുള്ള സ്ഥലമാണ്, അവിടേക്ക് ചാടുകയായിരുന്നു. ശേഷം അവർ മലയുടെ മുകളിലേക്ക് കയറിപ്പോയി. അങ്ങനെയാണ് അവർ ആ ഉരുൾപൊട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടത്. അപ്പോൾ അങ്ങനെ ഓരോ അനുഭവങ്ങൾ ഓരോ മനുഷ്യർ പറയുന്നുണ്ട്. ഈ മുണ്ടക്കൈ ഭാഗം, അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഈ പ്രദേശത്ത് ഒരു പക്ഷേ മനുഷ്യൻ അകപ്പെട്ടു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ കടമുറികളും വീടുകളും ഒക്കെ ഇരിക്കുന്ന ഈ പ്രധാനപ്പെട്ട മുണ്ടക്കൈ ജംഗ്ഷനിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത് കൂടുതൽ പരിശോധന നടത്താം എന്ന് തീരുമാനിച്ചിട്ടുള്ളത്. അഭിലാഷ്, നമുക്ക് അതിന്റെ ഒരു ഇത് കാണിക്കുകയാണെങ്കിൽ, നമ്മൾ അനുജ ഇപ്പോൾ ഈ JCB ഉപയോഗിച്ച് റഡാർ സിഗ്നൽ കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തെരച്ചിൽ നടത്തുന്ന ആ സ്ഥലത്തിന് തൊട്ട് സമീപത്ത്, അതായത് തൊട്ടടുത്ത് മറ്റൊരു വീട് കാണാം. അതും ഈ ഉരുൾപൊട്ടലിൽ തകർന്നു പോയൊരു വീടാണ്. ഈ വീടുകൾ, ഇങ്ങനെ നിരവധി വീടുകൾ ഈ ഭാഗത്തുണ്ടായിരുന്നു. ചില വീടുകളൊക്കെ അപ്പാടെ തുടച്ചു മാറ്റപ്പെട്ട രീതിയിലേക്ക് ഉരുള് കൊണ്ടുപോയി എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. ഏതായാലും അങ്ങനെ ഒരു പ്രദേശത്ത് ഒരു റഡാർ സിഗ്നൽ കിട്ടുകയും അവിടെ തെരച്ചിൽ നടത്തുകയും ചെയ്യുമ്പോൾ ആർമിയെ സംബന്ധിച്ച് അവർ ഒരുപാട് കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഈ മിസ്സിംഗ് ആയിപ്പോയ ഒരാൾ, ഈ 100-200 പേരിലധികം അല്ലെങ്കിൽ 100-300-ലധികം പേരിൽ ഒരാളുടെയെങ്കിലും മൃതദേഹം കിട്ടിയെങ്കിൽ അത് ഈ ആർമി അക്കാര്യത്തിൽ പറയുന്ന ഒരു കാര്യം, എത്രയും പെട്ടെന്ന് ഇവരെയൊക്കെ കണ്ടെത്തുക, ബന്ധുക്കൾക്ക് അക്കാര്യത്തിൽ മറുപടി നൽകുക എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ ആ രീതിയിൽ അവരിങ്ങനെ ഇങ്ങനെ ഓരോ തവണയും ഈ JCB മാന്തുമ്പോൾ അവർ ചില കാര്യങ്ങൾ, അത് വളരെ വിഷമമുള്ള കാര്യമാണെങ്കിലും അത് അങ്ങനെ എന്തെങ്കിലും ലഭിക്കുമെന്ന് അവർ കരുതുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പ്രദേശത്ത് ഇത്രയധികം പരിശോധന ഇപ്പോൾ നടത്തിയപ്പോൾ മറ്റൊരു ആർമി ഉദ്യോഗസ്ഥൻ, അദ്ദേഹം നേരത്തെ നമുക്കറിയാം റഡാർ സിഗ്നൽ പരിശോധന നടത്തിയതിൽ 3 പേരിൽ ഒരാളായിരുന്നു. അദ്ദേഹം ഇപ്പോൾ ഈ മൺകുനകൾക്ക് മുകളിലേക്ക് പോയി ചില കാര്യങ്ങൾ തിരയുന്നുണ്ട്. അതെന്താണെന്ന് നമുക്കിപ്പോഴും വ്യക്തമല്ല, എന്ത് കാര്യമാണെന്ന് നമുക്ക് ഇതുവരെയും വ്യക്തമല്ല. ഏതായാലും കാര്യമായൊരു തിരച്ചിൽ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഈ പ്രദേശങ്ങളിൽ ഒരൊറ്റ മനുഷ്യനെ പോലും, ഒരു മനുഷ്യ സാന്നിധ്യം പോലും അവർ അനുവദിക്കുകയുമില്ല. ഉദ്യോഗസ്ഥർ മാത്രമാണ് ആ പ്രദേശത്തേക്ക് പോയി തിരച്ചിൽ നടത്തുന്നത്. വീണ്ടും മറ്റൊരു ആർമി ഉദ്യോഗസ്ഥൻ അവിടേക്ക് പോയി മറ്റെന്തോ കാര്യം കൈമാറി അദ്ദേഹവും തിരികെ വരുന്നു. ഏതായാലും നമുക്ക് ചില സൂചനകൾ ഈ പ്രദേശത്തെ, ഈ സ്ഥലത്തെക്കുറിച്ച് ആർമിക്കുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആർമി ആ ഭാഗം കേന്ദ്രീകരിച്ച് തെരച്ചിൽ നടത്തുന്നത്. വീടിന്റെ അവശിഷ്ടങ്ങൾ അതൊക്കെ ഇങ്ങനെ ഓരോ താഴേക്ക് പോകുമ്പോൾ കൂടുതൽ വീടിന്റെ അവശിഷ്ടങ്ങളടക്കമുള്ള കാര്യങ്ങൾ അവർക്ക് കിട്ടുന്നുണ്ട്. ഈ മനുഷ്യൻ, ആ വീട്ടിലൊക്കെ താമസിച്ചിരുന്ന മനുഷ്യൻ ഉപയോഗിച്ചിരുന്ന വസ്തുക്കൾ കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഈ പ്രദേശം കേന്ദ്രീകരിച്ച് കൂടുതൽ തിരച്ചിൽ
അത് തന്നെയാണ് ആർമി ഇപ്പോൾ മുന്നോട്ട് വെക്കുന്ന അവരുടെ ഒരു പ്ലാൻ എന്ന് പറയുന്നത്. മാത്രമല്ല ഇപ്പോൾ ഇന്ന് ഈ പ്രദേശമാണെങ്കിൽ നാളെ പുഞ്ചിരിവട്ടം പ്രദേശത്തെ ചില കേന്ദ്രങ്ങൾ അതവർ നേരത്തെ സ്പോട്ട് ചെയ്ത സ്ഥലങ്ങളാണ്. അവിടെ കേന്ദ്രീകരിച്ചും അവരുടെ തിരച്ചിൽ തുടരും. അനുജ.